എല്ലാ ജില്ലകളിലേക്കും സമരം കൊണ്ടുപോയി ഇതിനെ വിഷയത്തെ ഏറ്റവും സജീവമായി നിർത്തുക എന്നതാണ് സംഭവം. എനിക്ക് തോന്നുന്നു ഇന്ന് തലസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ നീക്കത്തിൽ പ്രധാനമായും ഉണ്ടാവുക. കാരണം ഇപ്പം CPM-നെ സംബന്ധിച്ചും ഈ വിഷയത്തെ എങ്ങനെ രാഷ്ട്രീയമായി നേരിടുമെന്ന ചോദ്യമുണ്ട്. കാരണം അവർക്ക് മുന്നിലും ഈ സമരം ഒരു വെല്ലുവിളിയാണ്. എന്തായാലും രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇളവുകളൊന്നും കൊടുക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് രാഷ്ട്രീയമായി ഇവർ സമരം ചെയ്തതുകൊണ്ട് തങ്ങളൊരു ഇളവ് നൽകി എന്നുള്ള ധാരണ, അത് പൊതുധാരണ സമൂഹത്തിൽ ഉണ്ടാകേണ്ട എന്നുള്ള ഒരു വാശി, അല്ലെങ്കിൽ ആ ഒരു അതെ മുഖ്യമന്ത്രിയുടെ പിടിവാശി എന്നതാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഈ വിഷയത്തെ എങ്ങനെ നേരിടണമെന്ന ചർച്ചകളൊക്കെ ഇന്നത്തെ CPM സംസ്ഥാന സമിതി നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന സാഹചര്യം അവർക്കും മുന്നിലും ഒരു പ്രതിസന്ധിയെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ, ഈ ബജറ്റ് സമര വിഷയത്തിൽ അത് പ്രതിപക്ഷ കക്ഷികൾക്ക് ലഭിക്കുന്ന ഒരു വലിയ ആയുധമാണ്. കാരണം BJP-ക്കായാലും കോൺഗ്രസിനായാലും ഇത്രയും കാലം BJP-യെ ഇതേ പേര് പറഞ്ഞ് നമ്മൾ സമരമുഖത്ത് അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രതിഷേധം നടത്തിയിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പൊതുജനങ്ങളാണെങ്കിലും പ്രത്യേകിച്ച് ആ ഒരു സമരങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നത് CPIM ആണ്. അതെ, അപ്പോൾ എന്തായാലും അതാണ് ആശങ്ക. എന്തായാലും അനീഷ് കൊച്ചിയിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, ഞങ്ങൾ പറഞ്ഞു വരികയായിരുന്നു സംസ്ഥാനത്തെ ഈ ബജറ്റ് ഉണ്ടാക്കുന്ന ഒരു സമരത്തിന്റെ പുതിയ പരമ്പരകളുണ്ട്. എന്തായാലും കൊച്ചിയായിരുന്നു അതിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രം തുടക്കം മുതൽ. വീണ്ടും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ? പ്രത്യേകിച്ച് ഇന്ന് സഭാ സമ്മേളനം ഒരു സ്തംഭനാവസ്ഥയിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൊച്ചി വീണ്ടും ഒരു സമര കേന്ദ്രമായി തന്നെ മാറും അല്ലേ? തീർച്ചയായും പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം ജില്ലയാണ് കൊച്ചി. ഒപ്പം നമുക്കറിയാം ഈ പുതിയ പുനഃസംഘടനകളൊക്കെ നടന്ന ശേഷം ഏറ്റവും അധികം സമരങ്ങൾ സംഘടിപ്പിക്കുന്ന, ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു DCC കൂടിയാണ്. മുഹമ്മദ് ഷിയാസ് എത്തിയ ശേഷം എല്ലാ തരത്തിലുള്ള ഈ പ്രതിഷേധ പരിപാടികളിലും സജീവ പങ്കാളിത്തം ജില്ലയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഒപ്പം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും സംസ്ഥാനത്താകെ തിരിച്ചടി നേരിട്ടപ്പോഴും എറണാകുളം ജില്ലയിൽ അഭിമാനം രക്ഷിക്കാൻ കഴിഞ്ഞതാണ് കോൺഗ്രസുകാർക്ക്. അതുകൊണ്ട് വളരെ സജീവമായ കോൺഗ്രസ് പ്രവർത്തകരുള്ള ഒരു ഇടം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് വളരെ സജീവമായി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബജറ്റ് അവതരണം ഒരുപക്ഷെ നിയമസഭയിൽ പൂർത്തിയാവും മുമ്പ് സമരം നടന്ന ഈ പെട്രോൾ പമ്പ് ഉപരോധിച്ച് ഈ കോലം കത്തിച്ച് പ്രതിഷേധം നടന്ന ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് ഇന്നലെയും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസിന്റെ പ്രതിഷേധമാണെങ്കിലും ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഒക്കെ ആണെങ്കിലും വലിയ ഒരു സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. അതിനുശേഷം രാത്രിയിൽ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തവരെ വിട്ടയച്ചില്ല എന്ന് കാണിച്ച് DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ ഏറെ നേരം പോലീസ് ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റം നടത്തുകയും ഒടുവിൽ ആ പ്രവർത്തകരെ കൂട്ടി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല. വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ഒരു വശത്ത് ഈ കോൺഗ്രസ് ഇത്ര സജീവമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോൾ BJP പ്രവർത്തകർക്കും കാര്യമായ ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്നാണ് അവർ കരുതുന്നത്. ഇന്ന് BJP-യുടെ കണയന്നൂർ താലൂക്ക് ഓഫീസ് മാർച്ചുണ്ട്. അത് കണയന്നൂർ താലൂക്ക് ഓഫീസ് ഒരു പ്രതിഷേധങ്ങളുടെ ഒരു വേലിയേറ്റ സ്ഥലമായി തന്നെ മാറും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒരുപക്ഷെ പണ്ടൊക്കെ ഈ സർക്കാർ വിരുദ്ധ അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധമായ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ലോ കോളേജിൽ നിന്നും മഹാരാജ് കോളേജിൽ നിന്നും ഒക്കെ ഒരുപക്ഷെ കല്ലേറൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളും അത്തരം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ അത്ര പതിവ് കാഴ്ച അല്ലാതായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് സർക്കാർ വിരുദ്ധ സമരങ്ങളുടെ ഒരു കേന്ദ്രമായി ഇന്നും അവിടെ മാറും. ഈ 2 ദിവസങ്ങൾ തുടർച്ചയായി കോൺഗ്രസ് സമരത്തിൽ വലിയ സംഘർഷം നടന്നുകൊണ്ട് തന്നെ BJP പ്രവർത്തകരും ഈ ബാരിക്കേഡുകൾ ഭേദിക്കുന്നതിനും പോലീസുകാരുമായി വാക്കേറ്റ് നടത്തുന്നതിനും സംഘർഷത്തിലൊക്കെ ഏർപ്പെടുന്നതിനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്നും ഈ സമരം തന്നെയാവും ജില്ലയിലെ ഏറ്റവും പ്രധാന സംഭവവാസമായി മാറാൻ പോവുക. സജിത്ത്, അതാണ് കൊച്ചിയുടെ സാഹചര്യം. എന്തായാലും നമുക്ക് വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട്. അതെ, അവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയുമായി ചേരുകയാണ്. ഐശ്വര്യ അനിൽ തുടരുന്നുണ്ട് നമുക്കൊപ്പം. ഐശ്വര്യ, ഈ സംഘടനാ കാര്യങ്ങളാണ് പ്രധാന അജണ്ട എന്ന് പറയുമ്പോഴും ഇപ്പോഴീ നടക്കുന്ന സമര പരമ്പരകൾ രാഷ്ട്രീയമായി ഇതിനെ എങ്ങനെ ചെറുക്കണം എന്നത് തന്നെയാകും ഇന്നും നാളെയുമായി നടക്കാൻ പോകുന്ന CPM സംസ്ഥാന സമിതി യോഗത്തിന്റെ പ്രധാന വിഷയമായി മാറാൻ പോകുന്നത് അല്ലേ? തീർച്ചയായും ആര്യ, അത്തരത്തിൽ തന്നെ നമുക്ക് ഇതിനെ വിലയിരുത്താം. കാരണം CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയുമായി തലസ്ഥാനത്ത് ചേരുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടത് സ്വാഭാവികമായും സംഘടനാ വിഷയങ്ങൾ ആണ് പ്രധാന അജണ്ട എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന വ്യാപകമായി ബജറ്റിനെതിരെ നടക്കുന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തെ എങ്ങനെ ചെറുക്കണം എന്നുള്ളത് കൂടി ഈ സംസ്ഥാന സമിതി ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ ധനമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം
സഭയിൽ പറഞ്ഞത് പ്രതിപക്ഷത്തിന് മാത്രമാണ് പ്രതിഷേധമുള്ളത്, സാധാരണ ജനങ്ങൾ ഈ നികുതി വർധനവ് ചെറുതാണ്, അവർക്കൊരു അധിക ഭാരമല്ല, അവരത് അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ രാഷ്ട്രീയമായി ഈ വിഷയം ഉപയോഗിച്ച് അവർ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് സമരം നടത്തുകയാണ് എന്നുള്ള ഒരു ആരോപണമാണ് അല്ലെങ്കിൽ വിശദീകരണമാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നിരുന്നാൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ BJPയുടെ നേതൃത്വത്തിലും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കും. ഇത് ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യണം, ഈ സമരങ്ങളെ ഏത് രീതിയിൽ ചെറുത്തു നിൽക്കണം എന്നത് ഈ സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. ഒപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഈ സംസ്ഥാന സമിതിയിൽ ചർച്ചയാവും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തോൽവി അത് ഏത് രീതിയിലായിരുന്നു, എന്താണ് അവിടെ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലെ വിഭാഗീയത സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇന്ന് ഈ സമിതിയിൽ വരും. അത് സംബന്ധിച്ച വിശദമായ ഒരു ചർച്ച ഈ സമിതിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് EP ജയരാജനെതിരെ P ജയരാജൻ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ചേരുന്ന ആദ്യത്തെ സംസ്ഥാന സമിതിയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യവും വിശദമായി ഈ യോഗം ചർച്ച ചെയ്യും. അതിൽ EP ജയരാജന്റെ വിശദീകരണം ഈ യോഗത്തിൽ വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെ നിരവധി വിഷയങ്ങളാണ്, സംഘടനാ കാര്യങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ചയാവുന്നത് എങ്കിൽ പോലും അതിൽ പ്രധാനമായും ഏത് രീതിയിൽ ഈ സമരങ്ങളെ നേരിടാം എന്നുള്ളത് തന്നെയായിരിക്കും ചർച്ചാ വിഷയം. അതാണ് ഐശ്വര്യ സൂചിപ്പിക്കുന്നത്. എന്തായാലും തലസ്ഥാനം തന്നെ ഇന്ന് വാർത്താ കേന്ദ്രം എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കൊച്ചിയിലും സാഹചര്യം അറിഞ്ഞു, മറ്റ് ജില്ലകളിലും അതുതന്നെയാണ്. അത് കൊല്ലത്തായാലും പത്തനംതിട്ടയിലായാലും ആലപ്പുഴയിലും കോട്ടയത്തും ഒക്കെ ഇന്ന് സമര കേന്ദ്രമാകും. അത്തരത്തിലുള്ള സമര പ്രഖ്യാപനങ്ങൾ പ്രതിപക്ഷ കക്ഷികൾ നടത്തിയിട്ടുണ്ട്. മലബാറിലും അത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള മലബാറിലും അത്തരത്തിലുള്ള സമര പരിപാടികളൊക്കെയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. എന്തായാലും ഞങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഞങ്ങൾ നിൽക്കുന്ന ഇടത്തിന്റെ ഒരു പ്രത്യേകത ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വളരെ മനോഹരമായ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇത് KCയുടെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. തിരുവനന്തപുരത്ത് സെൻറ്റ് സേവിയേഴ്സ് കോളേജിനോട് ചേർന്നാണ് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് സംസ്ഥാനത്ത് ക്രിക്കറ്റ് കൂടുതൽ പ്രചാരത്തിലാവുക, കൂടുതൽ ഇന്ത്യൻ താരങ്ങൾ കേരളത്തിൽ നിന്നുണ്ടാവട്ടെ എന്നൊരു ലക്ഷ്യവുമായി KCA വലിയൊരു പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് പ്രാദേശിക മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് പുതിയ ക്രിക്കറ്റ് അക്കാഡമികൾ, സ്റ്റേഡിയം തുടങ്ങിയ എന്നൊരു പദ്ധതിയുണ്ട്. തൊടുപുഴയിലുണ്ട്, വയനാട്ടിലുണ്ട്, ഇവിടെ സെൻറ്റ് സേവിയേഴ്സ് ഗ്രൗണ്ടിലുമുണ്ട്. എന്തായാലും ഇതൊരു വലിയ കേന്ദ്രമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും ക്രിക്കറ്റ് ഇവൻറ്റുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വളരെ മനോഹരമായ ഒരു ഗ്രാസ് സ്റ്റേഡിയമാണ്. ആ തരത്തിൽ മനോഹരമാക്കിയിരിക്കുന്നു. പിച്ച് അവിടെ സംരക്ഷിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്. പിച്ച് പ്രത്യേക ക്രിക്കറ്റ് പിച്ചിനെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായി, ഏറെ വലിയ തരത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞ അതാണ് ക്രിക്കറ്റ് പിച്ച് ഒരുക്കുക. അതുകൊണ്ട് തന്നെ ആ പിച്ച് വളരെ രീതിയിൽ തന്നെ സംരക്ഷിച്ചു വെക്കുന്നു. നിരവധി മത്സരങ്ങൾ നടക്കാറുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലൊക്കെ ഈ സ്റ്റേഡിയത്തിന് കൂടുതൽ പ്രത്യേകതയുണ്ട്. എന്തായാലും ഇന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ മത്സരം ആരംഭിക്കുകയാണ്. എന്തായാലും നാഗ്പൂരിലാണ് ആ മത്സരം ഇന്ന് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുമുണ്ട്. ഒപ്പം തന്നെ മറ്റ് എന്താണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത്, ആ മത്സരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് പ്രഭാത കേരളം ഒരു പ്രത്യേക സെഗ്മെൻ്റായി തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതുമുണ്ട്. ഒപ്പം നമ്മൾ ഇനി മലബാറിലേക്ക് ഒന്നുകൂടി പോകാം. കാരണം അവിടെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബജറ്റിനെതിരെയുള്ള പ്രതിഷേധം അത് കടുക്കും. അശ്വിൻ വല്ലത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഈ ബജറ്റിനെതിരെയുള്ള പ്രതിഷേധം അത് മലബാർ മേഖലയിലും വളരെ സജീവമായി തന്നെ ഇന്ന് ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അവിടുത്തെ ഒരു സമര പരിപാടികളുടെ അജണ്ട എങ്ങനെയാണ്? ആര്യ, സജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് കോഴിക്കോട് സമരമുഖരിതം തന്നെയാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് രാവിലെ 10 മണിയോടുകൂടി BJPയുടെ കലക്ട്രേറ്റ് മാർച്ചോടെ തുടക്കമാവും. സമരപരിപാടികൾക്ക് തുടക്കമാവും. അത് BJPയുടെ കലക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് K സുരേന്ദ്രനാണ്. അങ്ങനെ വരുമ്പോൾ BJPയുടെ ഒരു സംസ്ഥാന തലത്തിൽ തന്നെയുള്ള പരിപാടി തന്നെയാണ് കോഴിക്കോട്ട് നടക്കുന്നത്. ഈ ബജറ്റിലെ ജനവിരുദ്ധ പ്രഖ്യാപനങ്ങൾക്കെതിരെയാണ് BJPയുടെ പ്രക്ഷോഭം. അതിന് പിന്നാലെ 11 മണിയോടുകൂടി വീണ്ടും കലക്ട്രേറ്റിലേക്ക് തന്നെ മാർച്ചുണ്ട്. അത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിലും ഇതേപോലെ തന്നെ കുറെ കൂടിയൊക്കെ ഒരു സംഘർഷഭരിതമായിട്ടുള്ള മാർച്ചായിരിക്കാനാണ് സാധ്യത എന്നൊക്കെയുള്ള ചില സൂചനകൾ വരുന്നു. അങ്ങനെ സമരങ്ങൾ തന്നെയാണ് കോഴിക്കോട്ടും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് ഈ ബജറ്റിനെതിരെയും ബജറ്റിലെ പ്രഖ്യാപനങ്ങൾക്കെതിരെയും പ്രതിപക്ഷ പാർട്ടികളെല്ലാം സമരത്തിലേക്ക് ഇറങ്ങുന്നു. മാത്രമല്ല യൂത്ത് ലീഗ് ഇന്നലെ ഈ ജയിൽ മോചിതത്തിന് ശേഷം PK ഫിറോസ് കോഴിക്കോട്ടെത്തി. ഫിറോസിന് സ്വീകരണമുണ്ടായിരുന്നു. PK ഫിറോസ് പ്രഖ്യാപിച്ചത് ഇന്ധന സെസ് പിൻവലിച്ചില്ലെങ്കിൽ പിൻവലിക്കുന്നതുവരെ കലക്ട്രേറ്റ് മാർച്ച്,
മാത്രമല്ല മന്ത്രിമാരെ വഴിയിൽ തടയുന്ന ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് യൂത്ത് ലീഗ് കടക്കും എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ പ്രതിപക്ഷ കക്ഷികളെല്ലാം പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നു. കലക്ട്രേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള പ്രത്യക്ഷ സമരങ്ങളിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ ഇറങ്ങുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ നടക്കുന്ന 10 മണിക്ക് നടക്കുന്ന BJPയുടെ കലക്ട്രേറ്റ് മാർച്ച് തന്നെയാണ്. കെ സുരേന്ദ്രൻ ആണ് അത് ഉദ്ഘാടനം ചെയ്യുക. അങ്ങനെ മലബാറിലെ എല്ലാ ജില്ലകളിലും ഇന്ന് പ്രക്ഷോഭ പരിപാടികളുണ്ട്. കോഴിക്കോട് തന്നെയാണ് ഇതിന്റെ ഒക്കെ കേന്ദ്രം. കോഴിക്കോട്ട് BJPയുടെ മാർച്ചോടുകൂടി സമരം തുടങ്ങുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധ കക്ഷികൾ ഈ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തും.